السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന വസിയത്തിൽ 3 വസിയത്ത് വിശദീകരിച്ചിട്ട് 4ഉം 5ഉം 6ാമത്തെ വസിയത്താണ് നബി തങ്ങൾ ചൊല്ലെ വഅൻ അസില മൻ ഖതഅനി നന്റെ സംബന്ധ മുറിച്ചാള സംബന്ധ ನಾನು ചേർക്കണു വഉതിയ മൻ ഹറമനി നക്ക് തറാത്ത ആൾക്ക് ನಾನು കൊടുക്കണു വഅഫു അമ്മൻ ലലമനി നക്ക് അക്രമിച്ച ആൾക്ക് ನಾನು മാപ്പാക്കണു. ഏറ്റവും നല്ല വിശാലമായ സന്ദേശമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളേ. ഇതിലെ യാറെ നാണിപ്പോ വിശദീകരിക്കില്ല. മുന്നോളൂ സിൽമൻ ഖതഅക വഅസ്സിൻ ഇലാമൻ അസാഅ ഇലൈക വഖുലിൽ ഹഖ്ക വലൗ അലാ നഫ്സിക എന്നുള്ള ഹദീസിൽ ധാരാളം ഈ വക ഈ സംഭവം ഇത് സംബന്ധമായ വിഷയം വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ചുരുക്കിക്കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. ഒന്നാമത് വഅൻ അസില മൻ ഖതഅനി നന്റെ സംബന്ധ മുറിച്ചാള സംബന്ധത്തെ ನಾನು ചേർക്കണു. നന്റെ ഒട്ടിಗೆ ഒരാൾ അർസാക്കിത്തുണ്ടായെങ്കിൽ നാണും അർസാക്കി തെക്കണ്ട അവൻ്റെ ഒട്ടിಗೆ ಮುಂಡೋಗು ಅವನಿಗೆ ಅಸ್ಸಲಾಂ ಅಲೈಕುಂ ಚೊಂದು ತೀರ್ಸಾಕಡಂಕೆತ್ತ നല്ല ಗುಣ ನಕ್ಕೊಂಡವನು ಸಂಬಂಧ ಮುರಿಕಿಡಂಕೆತ್ತ ಆಳು ನಾನು ಆಗುತ್ತೀರ. ಅಬ್ಬ ಉಮ್ಮಡೊಟ್ಟಿಗೆ ಮಕ್ಕಳೊಟ್ಟಿಗೆ ಎಳಂಗ ಮೂತಂಗಮಾರೊಟ್ಟಿಗೆ ನೆರೆಕರಡ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ಕುಟುಂಬക്കാരൊಟ್ಟಿಗೆ ಬಂಧ ಮುರಿಚಿಟ್ಟು ಅಂಗಳೊಟ್ಟಿಗೆ ಅರಸಾಕಿಟ್ಟು ನಾನು ಬೇರೆ ಅಂಗ ಬೇರೆ ತೆರು ನಾನು ಬೇರೆ ತೆರು ಚೊಲ್ಲಂಕೆತ್ತ ಅವಸ್ಥೆ ಉಂಟಾಗುತ್ತೀರ. ಇಪ್ಪರ ಸಲಾಂ ಚೊಲ್ಲಾತ ಆಳ್ಗ ಅಪರ ಸಲಾಂ ಚೊಲ್ಲಂಕೆತ್ತ ಅವಸ್ಥೆ ನಂಡ ಮಂಗಿಲ್ತಿಗೆ ಚೊಲ್ಲಾತ ಆಳ್ಗ ನಂಡ ಉತ್ತು ಮಂಗಿಲಾവുമ്പോ ಅಪರ ಬಿಳಿಕಾತಂಕೆತ್ತ ಅವಸ್ಥೆ ಉಂಟಾಗುತ್ತೀರ. ಅಪರ പോയി വിളിക്കണു. ഇപ്പറ സലാം ചൊല്ലില്ലെങ്കിൽ അപ്പറ പോയി സലാം ചൊല്ലണു. ഇങ്ങനത്തെ നല്ല വിശാലമായ മനസ്സുണ്ടാവണു. നക്കവನು തന്നില്ല എന്ന് ചൊന്നിട്ടു ನಾನು ಅವನಿಗೆ കൊടുക്കാണ്ടിക്കിടങ്കെത്ത ഒരവസ്ഥ ഉണ്ടാവുകത്തീര. ദുനിയാവിൽ ഇത് സ്വാർത്ഥത മനുഷ്യരിൽ കൂടിയോണ്ടുണ്ട്. ഖുർആൻ ചെന്ന പോലെ ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ നിങ്ങളിടയിൽ ശത്രുതയും അർസവും ഉണ്ടാക്കുവാനായിട്ടാണ് ശൈത്താൻ ശ്രമാക്കിക്കൊണ്ടിരിക്കടെ. ശൈത്താന്റെ ഉദ്ദേശം അതായിട്ടിക്കട്. അപ്പൊ ആ ഉദ്ദേശത്തിൽ നങ്ങ പെട്ടുപോണുകുത്തീറ. കൊരാൾമാർ അർഷത്തിൽ ചൊല്ലേണ്ടുണ്ട് നാണ് മരിച്ചെങ്കിലും നന്റെ മുഖം അവനു കാട്ടുകുത്തീറാണ്. അപ്പൊ അത്രയും വലിയ ശത്രുത കാട്ടിട്ട് എന്തൊരാവുകൊണ്ട് മരിച്ചു പോയാൽ പിന്നെ മരിച്ചെങ്കും കാട്ടുകുത്തീറാന്ന് ചൊന്നിട്ടു. അങ്ങനത്തെ ഒരു ശത്രുത നാണ് മരിച്ചെങ്കും അവന്റെ ശത്രുത തീരല്ല എന്ന് ചൊന്നിട്ടു. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരു ദുരവസ്ഥക്ക് ഇഴിഞ്ഞു പോണുകുത്തീറ. നക്ക് നന്റെ സംബന്ധ മുറിച്ച ആളെ സംബന്ധം ನಾನು കൂട്ടറെ നക്ക് തടഞ്ഞ ആൾക്ക് ನಾನು കൊടുക്കൂടെ. ഒരാളെ പറ്റി ഒരു ഉദാഹരണം ചൊന്തു. ഒരാള് ഹജ്ജിക്ക് പോയിട്ട് സംസമും ഈത്തപ്പഴെല്ലാം എടുത്ത വന്നിട്ട് റായത്താൾമാർക്കെല്ലാം കൊടുത്തോണ്ടുണ്ട്. എല്ലാവർക്കും സംസം കൊടുക്കൂടും ഈത്തപ്പഴെല്ലാം കൊടുക്കൂടും. അങ്ങനെ ഇവന്റെ ഔത്ര മുട്ടത്തെ ആൾക്ക് കൊണ്ട് സംസവും കൊടുക്കില്ല ഈത്തപ്പഴവും കൊടുക്കില്ല. അപ്പൊ ആരോ കേട്ടാർ എന്തേ ഹജാർ അവിടെ കൊടുക്കില്ലേ. അപ്പൊ ഓൺ ചെന്ന പലക്ക ഓഹോ അവിടെ ನಾನು കൊടുക്കില്ല എന്താ ചെന്നെങ്കിൽ കഴിഞ്ഞ കുറി അവന് ഹജ്ജിക്ക് പോയിട. ഞാൻ ഈ കുറി പോയ പോലെ ലക്ഷക്കണക്കിൽ പൈസ ചെലവാക്കി പോയിട. പക്ഷെ പോയിട്ട് സംസമും കൊടുന്നിറ ഈത്തപ്പഴം കൊടുന്നിറ വന്നിട്ട് ഓൺ എല്ലാവർക്കും കൊടുത്തിറ. പക്ഷെ നന്റെ അവണു കണ്ടിട്ടില്ല. ഇത്ര മുട്ടല്ലവ നക്ക് സംസമും തന്നിട്ടില്ല ഈത്തപ്പഴവും തന്നിട്ടില്ല. അതുകൊണ്ട് ನಾನು ಸಂದುವಟ್ಟ ಅವನು കൊടുക്കല ചെന്ന. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ നോക്കൂ. ഓണു ലക്ഷക്കണക്കിൽ പൈസ ആക്കി ഹജ്ജ് ഇങ്ങനത്തെ സ്വാർത്ഥ മനോഭാവ മനുഷ്യ കൂടിയോണ്ടുണ്ട്. പകെ ಸಂದುವಟ್ರೆ ಅವನೊಂದು ಹಾಕಿಯಾಂಟಾയെങ്കിൽ ಅದರ ಡಬಲ್ ನಾನು ಅಪರ ಹಾಕುವೆ. ഓൺ ഇത്ര ലാക്ക് ചെലവാക്കി ഹജ്ജിക്ക് പോയത് ഈ പകെ ಸಂದುವಟ್ಟಕ್ಕೆ പോയത് പോലെ ഉണ്ട്. ഓന്റെ ലാക്കും തന്നിലായിട്ട് ഓന്റെ ഇബാദത്ത് എല്ലാം തന്നിലായി പോയിട്ട് വെറും പകെ ಸಂದುವಟ್ಟಕ್ಕೆ മാത്ര ജീവിക്കണമെക്കെത്ത മനുഷ്യന്മാർ സ്വാർത്ഥത മനുഷ്യ കൂടിയോണ്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ആവുകത്തീര. നല്ല പരോപಕಾರ നമുക്ക് വേണം. സ്വാർത്ഥത്തെ ഒരിക്കലും ഉണ്ടാവുകത്തീരാണ്ടാണ് മഹാന്മാർ നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ളേ. ഒരാൾ ചൊന്തു 6 മരിച്ചെങ്കും ഒരാൾ കൊണ്ടുള്ള സ്വാർത്ഥത മനുഷ്യർ നോക്കോರು. 6 മരിച്ചെങ്കും കാണുക പരിപാലനക പോണ്ടുള്ളേ. എന്തേ നീ പോണ്ടില്ലാന്ന് കേൾക്കുമ്പോ ചൊല്ലേ എന്തിക്ക് ನಾನು പോണു നാ മരിച്ചപ്പോ അവന് വേണ്ടാണ് ആറ് ഈ മരിച്ചവണ്ട് തീന്നിട്ടില്ല അവനെവിടേക്ക് വേണ്ടേ. അപ്പൊ ഓണ്ട് സ്വാർത്ഥത്തെ നാണ് മരിച്ചപ്പോ ഓണ് പണ്ടാണ് അതുകൊണ്ട് ഞാൻ എന്തിക്ക് പോണുന്ന് ചൊല്ല ചിന്ത ആ രൂപത്തിൽ മനുഷ്യ എന്തായിട്ടുള്ള അതപ്പതിച്ചോണ്ടുള്ള സ്വാർത്ഥത്തെ മനുഷ്യ കൂടിയോണ്ടുണ്ടു. നാണ് ജീവിച്ചെങ്കുമൈ നല്ലത് സമായങ്ങുമൈ ബാക്കിടങ്ങ എന്തായെങ്കും ತೊಂದರೆയില്ല. ನಾನು സമവേണൂടെ ആ ഒരു ചിന്താഗതി മനുഷ്യകുണ്ടാവൂത്തീറ. ജീവികളെ കൂട്ടത്തിൽ പരോപകാരം മുന്നത്തെ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ട് പരോപകാര പിന്നൊരാൾക്ക് ഉപകാരാക്കണമെങ്കിൽ ഏറ്റവും നല്ല ഗുണ അത് ജീവികളെ കൂട്ടത്തിൽ ധാരാളം ജീവിങ്ങ കൊണ്ടു അത് മനുഷ്യകാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവണേ. അവನು ಪರಸ್ಪರ കടിച്ചുകീറങ്കത്തെ പരസ്പര ദൂരങ്കത്തെ അടിക്കിടങ്കത്തെ അടിപിടി നടക്കിടങ്കത്തെ ഒരവസ്ഥ സ്വാർത്ഥനായി ജീവിക്കിടങ്കത്തെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകത്തീറ. മനുഷ്യരെ സ്വാർത്ഥത്തെ ചൊല്ലത് അവന്റെ ಹುಟ್ಟುಗುಣ ಅದಕ್ಕೆ ಬೇನಾയിട്ട് ಅವನು ಸರಡ್ತೊಂಡಿಕ್ಕಡ. എല്ലാരും അങ്ങനെ ഏത് പിന്നെ തുണിക്കച്ചവടത്തവണും അവನು ಬೇರಿക്കಡೆ ഈ നണ്ട അങ്ങോട്ട് തുണി കൊണ്ടുണ്ട് ആൾമാരെ തുണിയെല്ലാം ಬೇಗ പറഞ്ഞു പോവട്ട് എന്തേ അവನು കച്ചവട ആവണു. എല്ലാ ആൾമാർ പല്ലിട ഡാക്ടർ ಬೇರಿക്കಡೆ ആൾമാർ ಬಂದಿಲ್ಲ ಕಸ್ಟಮರ್ ಇಲ್ಲ ಅಂತ ಅವನು ಚೆಲ್ಲ ಹಂಗ ಪಲ್ಲು ನೊಂಬಲಾವಣುಂಟೆ ಅವನು ಬೇರಿಕಡೆ എല്ലാ ആൾമാരും അവനവനുക്ക് ലാഭമുള്ളത് എന്തിനായിട്ട് അവന് ಬೇರಿച്ചോണ്ടിക്കಡೆ. ഒരാൾ ചെന്തു കബറെടുക്കടെ ആള് ദുവാർക്കൊന്നു സ്വറ ഇല്ലാൻ
ಸುಬ್ಹಾನಲ್ಲಾ. ಅದರ ಅರ್ಥ ಎಂದ್ರೆ ಕಬರ್ എടുക്കുന്ന ದುವಾರಕ್ಕೋಣು ಸ್ವರ ಇಲ್ಲ ಅಂತ ಚೊಂದಂಗ ಅದರ ಅರ್ಥ ನಕ್ಕು ಸ್ವರ ಗಿಟ್ಟೋನು ಓಣು ಸ್ವರ ಗಿಟ್ಟೋನು ഉണ്ടായെങ്കിൽ ആ റായത്ത് കുറെ ആൾമാർ മരിക്കണു. അപ്പൊ ഈ റായത്ത് കുറെ ആൾമാർ മരിച്ചെങ്കും തൊന്തരയില്ല, നക്ക് സ്വറ കിട്ടോണുണ്ടാ. അപ്പൊ അങ്ങനത്തെ സ്വാർത്ഥ മനോഭാവം മനുഷ്യರ ಪ್ರಕೃತಿಯಾನದು. പക്ഷെ ಅದರೊಟ್ಟಿಗೆ ಜಿಹಾದ್ ಹಾಕುವು ഞങ്ങളെ കൊണ്ട് ಸಾಧ್ಯವನು. നല്ല ಅದರೊಟ್ಟಿಗೆ ಜಿಹಾದ್ ಹಾಕಿಟ್ಟು എല്ലാവർക്കും കൊടുക്കൂടെ ನಾನು, എല്ലാരൊಟ್ಟಿಗೆയും വിശാലമായ മനസ്സ്, എല്ലാവർക്കും മാപ്പാക്കടങ്കെത്ത മനസ്സ്. ആറ് ഒപ്പതരാക്കിയാർ ബുദ്ധിമുട്ടാക്കിയാറുണ്ടായെങ്കും അപ്പറ നാണ് ബുദ്ധിമുട്ടാക്കളെ. ശത്രു രോഗിയായി കിടന്നെങ്കിലും അവന്റെ സന്ദർശിക്കോ പോണ്ടെങ്കെത്ത ഏറ്റവും നല്ല ഗുണ. അപ്പൊ അവൻ ഓട്ടോമാറ്റിക് ബദലാവണ അവിടെ, അവന് ചേഞ്ച് അവിടെ. ഞങ്ങളെ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കെത്ത മഹാന്മാരെ ജീവിതം അതായിട്ടിന്ത് ഏറ്റവും നല്ല സൽസ്വഭാവത്തെ ആൾമാർ അങ്ങ് ആയിട്ടിന്നാർ. അതുകൊണ്ട് അക്രമാക്കിയ ആൾക്ക് മാപ്പാക്കടങ്കെത്ത ഗുണവും നക്കൊരാളൊരു ബുദ്ധിമുട്ടാക്കിയാണ് പേരിക്ക എങ്കിൽ നാണും അപ്പറ പകരം ബുദ്ധിമുട്ടാക്കടങ്കെത്തൊരവസ്ഥ ഉണ്ടാവണ്ട. അയൽവാസികളെ നന്റെ ഔത്ര കച്ചറയെല്ലാം കൊണ്ടിട്ട് അപ്പുറത്തെ അയൽവാസികളെ ജാലുക അല്ലെങ്കിൽ അങ്ങനെ കണിക്ക ബലിച്ചെറിഞ്ഞെത്ത അവസ്ഥ ഉണ്ടാവണ്ട. ചിലപ്പോ നന്റെ ഔത്തുക ആക്കിട്ടിക്കുവാറ് ഉപ്പതറ എങ്കിലും നാണൊന്നപ്പറ മാപ്പാക്കി കൊടുക്ക. നാണപ്പറ പകി സന്തുവാട്ടിലെ എല്ലാരൊട്ടിಗೆയും നല്ല കരുണ നാണ് കാട്ടറെ. ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതാണ് നമുക്ക് പഠിപ്പാട്ടി തന്നരെ. എല്ലാവർക്കും വിശാലമായ മനോഭാവം എല്ലാരൊട്ടിಗೆയും വേണു. അത് ഇസ്ലാം. അപ്പൊ നക്ക് തടഞ്ഞ ആളുകൾ ನಾನು കൊടുക്കണു. ബുഹുൽ ഒരിക്കലും നാ കാട്ടിവെക്കൂ തീറ. നാനൊരാളൊട്ടിಗೆ 100 രൂപ കേട്ടെ തന്നില്ല അയാൾ. ഇന്നൊരു ടൈം നോക്കുമ്പോൾ ദുനിയാവും ചൊന്നെങ്കിൽ അങ്ങനെയല്ല, എത്ര തഗ്ഗു ഏറുപേരെല്ലാം ആയോണ്ടിക്ക് ഒരു നാൾ നോക്കുമ്പോൾ അവನು കണ്ടൊട്ടിಗೆ ವಯಸ್ಸೇಗೆ ಹೋಗಂಡ. അപ്പൊ നക്ക് പണ്ടത്തെ ನೆನಪಾಗು തീറ. നക്ക് ನೆನಪಾവുಡು ಎಂದ್ರೆ ಓಹೋ ನೀ ಅಂಡು ನಾನು ಕೇಟಪ್ಪ തന്നിട്ടില്ലല്ലേ, തണ്ടില്ല പോ സന്തുവാട്ടി എന്ന് തിന്നിട്ടു ഓനുക്ക് പറയും വമ്പാവുಡು, ഓനുക്ക് ഒരു കൊസിയാവുಡು. അപ്പൊ അങ്ങനത്തെ മനസ്സ് പറഞ്ഞു തീരാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഴിപാട്ട്. അപ്പൊ എല്ലാവർക്കും കൊടുക്കൂടെ, എല്ലാവർക്കും മാപ്പാക്കടെ വിശാലമായ മനോഭാവ. ബുഖ്ലൂൻ ചൊല്ലത് പിന്നെ ലുബ്ധത അഥവാ ഖുർആൻ ചൊല്ലാർ. അങ്ങനത്തെ ഒരു ദുർഗുണ മനുഷ്യക്ക് വന്നു പോണു തീറ. ആർക്കും കൊടുക്കാല, 5 പൈസ പുറത്താക്കല, സ്വന്തം പെഞ്ഞായി മക്കൾക്ക് വരെ കൊടുക്കാല. നല്ല സന്തോഷമുള്ളെങ്കിത്ത നാളെല്ലാം ഉണ്ട് പെരുന്നാൾ. അതുപോലത്തെ നല്ല നല്ല ടൈം വരുമ്പോൾ ഭയങ്കര ടൈറ്റ് ആക്കടെ. ഓൻ 5 പൈസ ഔത്തരങ്ക കൊടുക്കില്ലേ, അവിടെ ഒരു ഗമ്മത്താക്കില്ലേ. അങ്ങനത്തെ കുറെ ആൾമാരെല്ലാം ഇക്കിടാറ്, ഭർത്താക്കന്മാരും അല്ലാത്ത ആൾമാരും. ആ ഗുണം ഇക്കോ തീരാണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഹിന്ദു ചെല്ല പെണ്ണ് വന്നിട്ട് ചെല്ലു നബിയെ ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹുൻ. അബൂ സുഫിയാൻ നന്റെ മാപ്പിളെ ഷഹീഹ്, അയാൾ എന്തും ഭർത്താക്കല്ല 5 പൈസ, നമുക്ക് എന്തും തണ്ടില്ല. അങ്ങനത്തെ കുറെ ഭർത്താക്കന്മാർ ഇക്കിടാറല്ലേ. വാർത്ത കണക്കിടെ അരി അതുപോലെ ബാക്കി സാമാനെല്ലാം കണക്കൃത കൊണ്ടുപോണ്ടേ. എന്തും തീന്നു പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് ಅದಕ್ಕೆ പടയെടുക്കടെ ഗലാട്ടാക്കടെങ്കിൽ എത്താൽമാർ എങ്ങനെ തീന്നേൻ കേട്ടെങ്ക ഓണേ ചിലപ്പോ ചായ കുടിച്ചിട്ടും 100 വട്ട 200 വട്ട എല്ലാ ആൾമാരെ വിളിച്ച വന്ന് ചായ കുടിച്ച് തീന്നരായിട്ടിരിക്കൂ പഞ്ചാരയും ചായപ്പൊടിയും. പക്ഷെ അത് ചെന്നിട്ട് കാര്യമില്ല, ഓണുകൂടെ വാറ പൂർത്തി അത് പറഞ്ഞു. അങ്ങനെ ഭാര്യമാരെ ബുദ്ധിമുട്ടാക്കടെങ്കിൽ താൽമാറിക്കിടാറ്. അതൊരിക്കലും ഉണ്ടാവൂ തീറ. അപ്പൊ കൂടെ അബൂ സുഫിയാന്റെ പെഞ്ഞായിച്ചളുടെ നന്റെ ഭർത്താവ് അബൂ സുഫിയാൻ 5 പൈസ പുറത്താക്കല്ല. അങ്ങനത്തെ ആള് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊന്തുകൊണ്ടുണ്ടാ ഖുദി മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫി. നീ നിക്ക് മയ്യാവിടുതും നിന്റെ മക്കൾക്ക് മയ്യാവിടുതും എടുത്തോ. അബൂ സുഫിയാൻ തണ്ടിലെങ്ക് നിക്കെന്താക്ക എടുക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ പെണ്ണൊട്ടിക്ക് പരിപാട്ടിത്ത്. അപ്പൊ ഞാൻ ചെന്നു വേണ്ട ആ രൂപത്തിൽ പിന്നെ ഒരു ബുഖുൽ അഥവാ ലുബ്ധത്തെ കുറെ ആക്കടങ്കത്തെ ആൾമാർ ഞങ്ങൾ ആയിപ്പോണു തീറ. മൊത്തത്തിൽ എല്ലാ പക്ക ഞങ്ങളെ മനസ്സ് വിശാലാക്കണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടെ. മനസ്സെന്ന് ചൊല്ലത് എത്രയും വിശാലമാക്ക. ഇടീ രാജ്യത്തെ ഞങ്ങളെ രാഷ്ട്രത്തെ ഞങ്ങൾ വിദേശ എവിടെല്ലാം കണ്ടറമോ അതെല്ലത്തെ ഞങ്ങളെ മനസ്സിലുള്ള ഇങ്ങനെ കൊണ്ടുവരണു കൗളു. എല്ലാ രാഷ്ട്രത്തെ എല്ലാ റായത്തെ ഞങ്ങളെ മനസ്സിൽ ക്ഷണമാത്രത്തിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞു സാധ്യമാണ്. അത്രയും വിശാലാണ് ഞങ്ങളെ മനസ്സ്. അപ്പൊ ഇങ്ങനത്തെ വിശാലമായ മനസ്സിലാണ് ഞങ്ങൾ പിന്നെയും ശരിയാക്കിയിട്ട് ഭയങ്കര കുടുസാക്കടെ. അങ്ങനെ കുടുസാക്കിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നക്കും കുടുസാക്കടാ. നിന്റെ ജീവിതത്തിൽ ഭയങ്കര ടൈറ്റ് ആവിടും. ഞാൻ എത്ര വിശാലാക്കിയ നിന്റെ മനസ്സിനെ അള്ളാഹു നക്ക് വിശാലമായ മാർഗം തുറന്നു തണ്ട. അള്ളാഹു നക്ക് എളുപ്പാക്കടാ. എല്ലാ രൂപത്തിലും നക്ക് ത്രോടിപ്പാട് കൊസി ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവിടും. നിന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവിടും. അപ്പൊ അതുക്കുള്ള ഏറ്റവും വലിയ പ്രധാനമായ മാർഗം എന്തെങ്കിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതായി നിന്റെ മനസ്സ് നല്ല വിശാലാവണം. ആരൊട്ടിയെയും പകയില്ലാണ്ട് ആരൊട്ടിയെയും ആരെയും ബുദ്ധിമുട്ടാക്കടെ ഒരു ചിന്ത പറയാണ്ട് നക്ക് ആറ് ഉപദ്രാക്കിയെങ്കൊന്നാണ് മാഫാക്കടെ. അല്ലാണ്ട് നാനാർക്കും മാഫാക്കാണ്ട് അള്ളാഹുടൊട്ടിയെ മാപ്പ് കേട്ടിട്ട് കാര്യമല്ല. നക്ക് നീ മാപ്പാക്കണു റബ്ബേ. അള്ളാഹു കേക്കടെ നീ ആർക്കെങ്കിലും മാപ്പാക്കടെ. നക്ക് ഒരാൾക്കും മാപ്പാക്കടെ ഗുണമില്ല. ഒരാൾ ഒന്നാക്കിയാണ്ടെങ്കിൽ 10 ഇരട്ടി നാണ് അപ്പുറം തിരിച്ചു കൊടുക്കണേ. അങ്ങനത്തെ നാണ് അള്ളാഹുടൊട്ടിക്ക് മാപ്പ് കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ അള്ളാഹുടൊട്ടി നാണ് കുറെ വിജയം കേൾക്കുമ്പോൾ ആ ചെറിയ അംശം നണ്ടൊട്ടി നന്റെ മനസ്സിലും വേണം. കാരുണ്യ അതുപോലെ തിർസപ്പാട്
അതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടത്. അപ്പൊ ഈ ഒരു നല്ലൊരു ജീവിതം ഒരാൾ നയിച്ചിട്ടുണ്ടായെങ്കിൽ അത് ഏറ്റവും നല്ല സമൃദ്ധമായ ബതുക്കു അതായി മാറുക സാധ്യ. അവിടെ കണ്ടിട്ട് ചെമ്മ ആൾമാർ മുട്ട പറഞ്ഞുകും നല്ലാവണുകും ഇതെല്ലാം സാധ്യ. സ്വഭാവം കണ്ടിട്ടാണ് മനുഷ്യന്മാർ അടുക്കടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഖുർആൻ ചെന്നങ്ങനല്ല, വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലി. നിങ്ങൾ കൽബ് കട്ടിയുള്ള ആളായിട്ടുണ്ടായെങ്കിൽ ആൾമാരെല്ലാം പോവത്താറ്, നിങ്ങളെ മുട്ട ആരും പറലൻത്ത് എല്ലാവരും ഓടത്താറ്. പക്ഷെ നിങ്ങൾ നല്ല ലോലമായ മനസ്സ്, നല്ല കാരുണ്യ പിരിച്ചപ്പാടുള്ള എന്തോ അതിനെ വർണ്ണിക്കുകയാവില്ല അത്രയും നല്ല മനസ്സിലെ ഉടമ നിങ്ങൾ. അതുകൊണ്ടാണ് ആൾമാർ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിങ്ങളെ മുട്ട ബന്ധര നബിയെ ഖുർആൻ പഠിപ്പാട്ടിയുണ്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് പിന്നെ വന്ന ഇമാമിങ്ങളെല്ലാം ഗുണ അതായിട്ട് ആ ഒരു വിശാലമായ ഗുണ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.